الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهدي ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم إنك ميت وإنهم ميتون ثم إنكم يوم القيامة عند ربكم تختصمون ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മദീനയുടെ ആ രാവ് ഒട്ടനവധി സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെയും കഥ പറഞ്ഞ ഒരു രാവായിരുന്നു. ലോകചരിത്രത്തിലെ ഒരു മഹാപുരുഷൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രോഗിയായി കിടക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ്റെ രോഗവിവരമറിയാൻ അവിടേക്ക് കടന്നു വരുന്ന പ്രവാചകൻ്റെ അനുചരന്മാരായ സ്വഹാബിമാർ പ്രവാചകൻ്റെയും മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെയും വീട്ടിലേക്ക് ആ പ്രവാചകനെ കാണാൻ വരുമ്പോൾ പ്രവാചകൻ്റെ പൂമേനി അവിടുന്ന് കാണാൻ കഴിയുന്നില്ല. ഇരുട്ട് മൂടിയ ഒരവസ്ഥയിലാണ്.
ഇരുളടഞ്ഞ വീട്ടിൻ്റെ ഉള്ളിലേക്ക് സ്വഹാബിമാർ പ്രവേശിക്കുമ്പോൾ പ്രവാചക പത്നി മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് അയൽപ്പക്കത്തെ വീട്ടിലേക്ക് ഓടുന്നൊരു ചരിത്രം കൂടി ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. വിളക്കു തെളിയിക്കാൻ തൊട്ടടുത്ത വീട്ടിലേക്ക് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് ഓടുന്നൊരു ചരിത്രം ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഞാൻ നിങ്ങളും മനസ്സിൽ കുറിച്ചിടേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. ഏറെ സങ്കടമുള്ള മുഖവുമായി ആശങ്കകളും അങ്കലാപ്പുകളുമായിട്ടാണ് റബീഉൽ അവ്വൽ 11 രാവ് പിന്നിട്ടുകൊണ്ട് റബീഉൽ അവ്വൽ 12 ഒരു തിങ്കളാഴ്ച ദിവസം അതിൻ്റെ സൂര്യൻ ഉദിച്ചു വരുന്ന ആ സമയം, ആ പ്രഭാതത്തിനു മനുഷ്യ ചരിത്രത്തോട് വിളിച്ചു പറയാനുള്ളത് ഒരു മഹാവേദനയുടെ, ഒരു വലിയ സങ്കടത്തിൻ്റെ വാർത്ത തന്നെയാണ് എന്നത് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് അവിടുന്ന് തിങ്കളാഴ്ച ദിവസം മദീനയിൽ മുഴങ്ങിക്കേൾക്കുന്നത്. സഹോദരങ്ങളെ, റബീഉൽ അവ്വലിന് ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മാസമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും പ്രവാചകൻ്റെ ഹിജ്റയും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തും ഈ ലോകത്തോടുള്ള വിട പറയലും ഒക്കെ സംഭവിച്ച ഒരു മാസം. എന്നാൽ ഇന്നിൻ്റെ ആളുകൾ പ്രവാചകൻ്റെ ജന്മദിനത്തെ മാത്രം ഒരു വലിയ പോരിശയായിക്കൊണ്ട് അവിടുന്ന് ആഘോഷിച്ച് തിമർത്താടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു ആഴ്ചക്കാലമായി ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിൽ ആ പ്രഭാതത്തിന് ആ മദീനയുടെ ഓരങ്ങളിൽ നിന്ന് നിറഞ്ഞുകേട്ട ആ വർത്തമാനം ഇൻഷാ അല്ലാഹ് ഏറ്റവും നല്ല തുറന്ന ഒരു മനസ്സോടെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞ സന്ദർഭത്തിൽ ആ മദീനയിൽ സംഭവിച്ച ചില സംഭവ വികാസങ്ങളുണ്ട്. അതിനെ ഒരു നേർക്കാഴ്ചയെന്നോണം ഇന്ന് കേൾക്കാനും അത് പറയുവാനുമാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നത്തെ ഖുതുബയിൽ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് അല്ലാടിച്ചു വീശുന്ന കാറ്റുപോലെ, അല്ല അതിനപ്പുറം ഒരു കാട്ടുതീ പോലെ ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുന്നു എന്ന വാർത്ത അവിടുന്ന് കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാർദ്ധക്യത്തിലെത്തി പ്രവാചകനെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട ഉമ്മു ഐമൻ അവിടുന്ന് ആ വാർത്ത കേട്ടപ്പോൾ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് വലിയ ശബ്ദമുയർത്തിക്കൊണ്ട് ഉമ്മു ഐമൻ്റെ കരച്ചിൽ സ്വഹാബികൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഉമ്മു ഐമനിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ സ്വഹാബികൾ ഉമ്മു ഐമനിനോട് ചോദിച്ചു പോയി, അല്ല ഉമ്മു ഐമൻ, മാദാ തബ്കീ യാ ഉമ്മു ഐമൻ, എന്തിനാണ് നിങ്ങളിങ്ങനെ ഏങ്ങലടിച്ച് ശബ്ദമുയർത്തി കരയുന്നത്? ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ മരണവേദനയിൽ ഒരാളും ആർത്തട്ടഹസിച്ച് കരയാൻ പാടില്ല എന്ന ഇസ്ലാമിൻ്റെ വലിയ ചരിത്രം സഹോദരങ്ങളെ ഞാൻ നിങ്ങളും അറിയേണ്ടതുണ്ട്. നമ്മളുടെ രക്തത്തിൽ പിറന്നവർ, നമ്മളുടെ മാതാപിതാക്കൾ, നമ്മളുടെ ഭാര്യ, നമ്മളുടെ കരളിൻ്റെ കഷ്ണമായ മക്കൾ, അവരൊക്കെ യാത്ര തിരിച്ചാൽ, അവരൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചുപോയാൽ ഒരിക്കലും ആർത്തട്ടഹസിച്ച് നെഞ്ചത്തടിച്ച് വസ്ത്രം വലിച്ചു കീറി അത്തരത്തിൽ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ആ സന്ദർഭത്തിലാണ് ഉമ്മു ഐമനിനോട് സ്വഹാബികൾ ചോദിക്കുമ്പോൾ ഉമ്മു ഐമനിന് തിരിച്ചു കൊടുക്കാനുള്ള മറുപടി, ഇന്നി വല്ലാഹി ഖദ് അലിംതു അന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സയമൂതു, അല്ലാഹുവാണ് തീർച്ചയായും എന്നെ കരയിപ്പിക്കുന്നത്, എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഈ ലോകത്ത് നിന്ന് വിട പറയും എന്നത് എനിക്ക് അറിയാമായിരുന്നു. വലാകിൻ വല്ലാഹി, അല്ലാഹുവാണ് എന്നെ കരയിപ്പിച്ചത്. ഇന്നമാ അബികി വഹ്യുല്ലദീ ഇൻഖതഅ അന്നാ മിനസ്സമാ, എന്നെ കരയിപ്പിച്ച വിഷയം എന്താണെന്നറിയോ? ആകാശത്ത് നിന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വഹയ്, എൻ്റെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞതോടെ ആ വഹയ് നിലച്ചുപോയല്ലോ എന്നത് ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞുപോയത് എന്ന് സ്വഹാബികളോട് ഉമ്മു ഐമൻ പങ്കുവെക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്കിടയിലുണ്ടാകുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ലോകത്തിൻ്റെ പ്രവാചകൻ ഈ മദീനയുടെ മണ്ണിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് അവിടുന്ന് വഹി വരും, റസൂലുള്ള സംസാരിക്കും. എന്നാൽ ഇന്നിൻ്റെ ദിവസം ഈ മദീനയോട് വിട പറയുന്ന ലോകത്തിൻ്റെ പ്രവാചകൻ നമ്മളിൽ നിന്ന് കൊടിഞ്ഞുപോയി വിട പറഞ്ഞപ്പോൾ ഇനി എന്താണ് പരിഹാരം എന്നതിനെക്കുറിച്ച് ആലോചിച്ച് ഒരു വേള ഞാൻ സങ്കടപ്പെട്ട് കരഞ്ഞുപോയതാണ് എന്ന് പറയുന്ന ഉമ്മു ഐമൻ. സഹോദരങ്ങളെ, ലോകത്തിൻ്റെ പ്രവാചകനെ ഇത്രയധികം സ്നേഹിച്ച ഇഷ്ടപ്പെട്ട പ്രവാചകൻ്റെ അനുചരന്മാരുടെ ചരിത്രം നമ്മൾ വായിച്ചെടുക്കേണ്ടതാണ്. ലോകത്ത് ഇത്രയധികം ഒരു പുരുഷനെ, മഹാപുരുഷനെ സ്നേഹിച്ചത്ര ഒരാളും ലോകത്തിൻ്റെ പ്രവാചകനെ ഇഷ്ടപ്പെട്ടതുപോലെ ചരിത്രത്തിൽ ഒരാളെയും സ്നേഹിച്ചിട്ടില്ല എന്ന വലിയ ചരിത്രം കൂടി ഞാൻ നിങ്ങളും വായിക്കേണ്ടതുണ്ട്. ഇബ്നു മസ്ഊദ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ച സന്ദർഭത്തിൽ ഉമ്മ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. സഅദേ, നീ ഇസ്ലാം സ്വീകരിച്ചാൽ നീ നിന്റെ പ്രവാചകനെ അംഗീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ ഉമ്മച്ചി ഒരു തീരുമാനമെടുക്കും. ഇനി മേലിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല, ഇനി ഞാൻ വെള്ളം കുടിക്കില്ല, ഞാൻ എൻ്റെ ശരീരത്തിൽ ഇട്ടിരിക്കുന്ന കുപ്പായം മാറ്റിവെച്ച് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ചെന്നു നിന്ന് ആ മരുഭൂമിയുടെ ചൂടേറ്റ് ഞാനിങ്ങനെ പിടഞ്ഞു വീണ് മരിച്ചു വീഴും. ആ സന്ദർഭത്തിൽ ഉമ്മയെ കൊന്നവനെന്ന ആക്ഷേപം എൻ്റെ പൊന്നുമോൻ സഅദ് അത് കേൾക്കേണ്ടി വരുമടാ എന്ന് പറയുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചു കൊടുത്തൊരു വർത്തമാനമുണ്ട്. വല്ലാഹി ലൗ കാനതി മിഅതു നഫ്സിൻ നഫ്സൻ നഫ്സ, ഉമ്മച്ചിയെ നിങ്ങൾക്ക് അല്ലാഹു 100 ശരീരം സമ്മാനിച്ചു. ആ 100 ശരീരം അല്ലാഹു നിങ്ങൾക്ക് സമ്മാനിച്ചിട്ട് ഓരോ ശരീരവും ഈ മരുഭൂമിയുടെ മുകളിൽ ഇങ്ങനെ ചൂടേറ്റ് തളർന്നു വീണ് മരിച്ചു വീണാൽ എൻ്റെ റസൂലിനെതിരായി ഒരു വാക്ക് സംസാരിക്കാൻ ഉമ്മച്ചി എന്നോട് പറഞ്ഞാൽ ഞാൻ സംസാരിക്കില്ല. എൻ്റെ റസൂലുള്ള എനിക്ക് എൻ്റെ ചങ്കാണ്. ഞാൻ എൻ്റെ പ്രവാചകൻ്റെ വാക്കിനപ്പുറം ഒരു വാക്കും ഞാൻ ഉരുവിടില്ല ഉമ്മച്ചിയെ എന്ന് പറയുന്ന സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം വായിക്കാം. അബൂ തൽഹ റളിയല്ലാഹു അൻഹു എത്ര ആവർത്തി കേട്ടടോ സഹോദരങ്ങളെ. അബൂ തൽഹ ഉഹദിൻ്റെ മണ്ണിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിന്ന് അബൂ തൽഹ വിളിച്ചു പറയുന്നുണ്ട്, അല്ലാഹുവിൻ്റെ റസൂലേ, എല്ലാവിധ സുരക്ഷാ കവചങ്ങളും അബൂ തൽഹ ഒരുക്കും. എത്ര വലിയ അമ്പുകളും എത്ര വലിയ ആയുധങ്ങളും അവിടുന്ന് ശത്രുക്കളെ എറിഞ്ഞുവിട്ടാലും അബൂ തൽഹയുടെ നെഞ്ചുണ്ട് റസൂലേ അങ്ങയുടെ മുമ്പിൽ. അവിടുന്ന് വെട്ടേറ്റ് കൈപ്പത്തി തെറിച്ചു പോകുമ്പോൾ റസൂലുള്ളയെ അബൂ തൽഹ ചേർത്തി പിടിക്കുന്നുണ്ട്. അവിടുന്ന് അബൂ തൽഹ വലതും ഇടതും കയ്യിലേക്ക് റസൂലുള്ളയെ മാറിപ്പിടിക്കുകയാണ്. എത്ര സ്നേഹിച്ച അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം സഹോദരങ്ങളെ കാണാൻ കഴിയും. അത്ഭുതകരമായ പിന്തുണയാണ് ഓരോ സ്വഹാബികളും സഹാബ വനിതകളും അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. അത്രയധികം സ്നേഹിച്ച പ്രവാചക അനുചരന്മാരുടെ ചരിത്രം വെറുതെ കേട്ടുപോകേണ്ടതല്ല. അവിടെയാണ് ഒരു വലിയ പാഠം മനസ്സിലാക്കേണ്ടുന്നത്. ഇത്രയധികം സ്നേഹിച്ച പ്രവാചക അനുചരന്മാരിൽ നിന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ വിട പറയുന്നു എന്ന വാർത്ത ഒരുപക്ഷെ ആ സ്വഹാബികൾ കേട്ടുപോയാൽ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സംഭവിച്ചു പോയാൽ അവിടുന്ന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് എന്നത് അള്ളാഹുവിനറിയാം സഹോദരങ്ങളെ.
അതുകൊണ്ടാണ് അള്ളാഹു ചില മെസ്സേജുകൾ റസൂലുള്ളാഹിയുടെ മരണത്തിന് മുന്നേയുള്ള ചില സന്ദേശങ്ങൾ ആ സ്വഹാബത്തിനെ അള്ളാഹു അറിയിക്കുന്നുണ്ട്. എത്രത്തോളം ഉഹദിൻ്റെ മണ്ണിൽ അവിടുന്ന് ശക്തമായ പോരാട്ടം നടക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു. പൊട്ടക്കിണറ്റിലേക്ക് വീണു. പ്രവാചകന്റെ പല്ല് പൊട്ടി, രക്തം വാർന്നൊഴുകുന്നുണ്ട്. പ്രവാചകൻ മരിച്ചു എന്ന വാർത്ത ഉഹദിൻ്റെ മണ്ണിൽ നിന്ന് അങ്ങനെ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരുന്നു. ആ സന്ദർഭത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഹാബിമാർ തളർന്നു. പ്രവാചകൻ മരണപ്പെട്ടിട്ട് ഇനി എന്ത് യുദ്ധമാണ്, എന്തിന് ഞങ്ങൾ പോരാടണം എന്ന് പറഞ്ഞുകൊണ്ട് വാളുകൾ വലിച്ചെറിഞ്ഞ് തിരിച്ചു നടക്കുന്ന ചില ആളുകളെ കാണാൻ കഴിയും. അവിടെയാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ വഹയുമായി ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന് ഓതിക്കൊടുത്തു. ആ ഖുർആനിൻ്റെ ആയത്ത് റസൂലുള്ളാഹി അവിടുന്ന് ഉറക്കെ ഓതിക്കൊടുക്കുന്നത് കാണാം. ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ, തീർച്ചയായും താങ്കളും മരിക്കും, താങ്കളോടൊപ്പമുള്ളവരും ആ മരണത്തെ രുചിക്കുമെന്ന് പഠിപ്പിച്ചു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ ഓതിക്കൊടുക്കാനും വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതൻ മാത്രമാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, ആ പ്രവാചകന് മുമ്പ് ഒട്ടനവധി പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. അഫ ഇൻ മാത ഔ ഖുതില, ഒന്നുകിൽ ആ പ്രവാചകൻ മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ ഇൻ ഖലബതും അലാ അഅഖാബികും, നിങ്ങൾ ഈ ഉത്തരവാദിത്തത്തെ വിട്ട് നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞോടുകയാണോ? സഹോദരങ്ങളെ, വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തലാണ്. അള്ളാഹുവിൽ നിന്നുള്ള അടിയുറച്ച വിശ്വാസം ഉൾക്കൊണ്ട് യുദ്ധം ചെയ്ത ആ സ്വഹാബത്തിനോടാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ. പ്രവാചകൻ മരിക്കാം, പ്രവാചകനോടൊപ്പമുള്ളവർ മരണപ്പെട്ടേക്കാം, എന്നാൽ ഏറ്റെടുത്തൊരു വിശ്വാസവും ഖുർആൻ ഉൾപ്പെടുപ്പിച്ച ഏറ്റവും വലിയ തൗഹീദും അതിനുവേണ്ടി പോരാടുന്നതിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോയാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പിന്തിരിഞ്ഞോടിയാൽ അള്ളാഹുവിനൊരു ദ്രോഹം വരുത്താനില്ല. നിങ്ങൾ തിരിഞ്ഞോടിയാൽ നിങ്ങൾക്കാണ് നഷ്ടം എന്ന ഖുർആനിൻ്റെ ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാണ്. വസയജിസില്ലാഹു ശാകിരീൻ, നന്ദി ചെയ്യുന്നവനാരാണോ, വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കൊക്കെ റബ്ബ് തൗഫീക്ക് തന്നതുപോലെ ഈ തൗഹീദ് ഉൾക്കൊണ്ട് ഖുർആനിൻ്റെ വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരെ എത്രത്തോളം അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മാനിക്കാതെ തിരിഞ്ഞുകളഞ്ഞാൽ റബ്ബിന് യാതൊരു പ്രശ്നമില്ല. മറിച്ച് അള്ളാഹുവിന് നന്ദി കാണിച്ചാൽ റബ്ബ് ധാരാളം നന്മകൾ നിങ്ങൾക്ക് സമ്മാനിക്കുമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. റസൂലിൻ്റെ മരണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് അവിടുന്ന് ഖുർആൻ കൊടുക്കുന്നത്. സൂറത്തുൻ നസ്ർ എത്ര ആവർത്തി വായിച്ചിട്ടുണ്ട്. അവിടുന്ന് റസൂലുള്ളാഹി സ്വഹാബികൾ ഒന്നിച്ചിരിക്കുന്ന സമയം ഖുർആനിൻ്റെ ആയത്തോതി, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വിജയവും എല്ലാ റഹ്മത്തും നിങ്ങൾക്ക് വന്നു ഭവിച്ചാൽ, കൂട്ടം കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകി വന്നാൽ നിങ്ങൾ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു, അല്ലാഹുവിന് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചോദിക്കണം, തസ്ബീഹ് ചൊല്ലണം എന്ന ഖുർആനിൻ്റെ ആയത്ത് അവിടുന്ന് റസൂലുള്ളാഹി ഓതിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ബോധ്യായി പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുന്നതിൻ്റെ മുന്നറിയിപ്പെന്നോണം അള്ളാഹുവിൻ്റെ ഖുർആൻ അവതരിച്ചതാണ് എന്ന്. എത്രത്തോളം അന്ന് ഹജ്ജത്തുൽ വിദാഇൻ്റെ സമയം റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഖുദു അന്നി മനാസികക്കും, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിൻ്റെ പാഠം സ്വീകരിക്കണം, തൊട്ടടുത്ത വർഷം ഹജ്ജു ചെയ്യാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷയില്ല. ഇത്തരത്തിൽ ചില മുന്നറിയിപ്പുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൊടുക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടവരെ ചേർത്തി നിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി മരണത്തിൻ്റെ മുന്നറിയിപ്പ് അവിടുന്ന് കൊടുക്കുന്നത് കാണാം. ഇഷ്ടപ്പെട്ട മകൾ, കരളിൻ്റെ കഷ്ടമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി ചേർത്തി പിടിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ, വരാനുള്ള ഒരു റമദാൻ, ഈ റമദാനിൽ, കഴിഞ്ഞ റമദാനിൽ എൻ്റെ അടുക്കലേക്ക് ജിബ്രീൽ വന്നിട്ടുണ്ട്. ഒരാവർത്തി ഖുർആനിൻ്റെ പാഠം കേട്ട് തിരിച്ചുപോയി. എന്നാൽ ഇത്തവണ എൻ്റെ അടുക്കലേക്ക് ജിബ്രീൽ 2 ആവർത്തി വന്നു. ഖുർആനിൻ്റെ പാഠം ഞാൻ ഓതിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ തിരിച്ചറിവിൻ്റെ ബോധ്യമുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്കും
തൻ്റെ ഉപ്പയുടെ വേർപാട് ഉടൻ സംഭവിക്കുമെന്ന ഓർമ്മപ്പെടുത്തലാണ്. സഹോദരങ്ങളെ, മരണത്തിന് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫർ 11 ഉഹദിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പോകുന്നുണ്ട്. ഉഹദിൽ തന്നോടൊപ്പം പടപൊരുതി രക്തസാക്ഷിത്വം വഹിച്ച ശുഹദാക്കളുടെ ഖബർസ്ഥാനിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി. അവരോട് പ്രാർത്ഥിക്കാനല്ല, മറിച്ച് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹിലേക്ക് നടന്നുപോയത് കാണാം. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാർ മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന നിലക്ക് സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. അന ഷഹീദുൻ അലൈക്കും ഇന്നി അൻദുറുൽ ഹൗള അൽആൻ. എന്നിട്ട് റസൂലുള്ള പറയാൻ, നിങ്ങൾ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത മുഴുവൻ സപ്പോർട്ടുകൾക്കും എന്നോടൊപ്പം ഒരാളുമില്ലാത്ത സന്ദർഭത്തിൽ എനിക്ക് താങ്ങായി, എനിക്ക് തണലായി എന്നോടൊപ്പം പ്രവർത്തിച്ച ഈ ശുഹദാക്കളെ, ഉഹദിൻ്റെ ശുഹദാക്കളെ, ഞാനൊരു പ്രവാചകൻ എന്ന നിലക്ക് നിങ്ങൾക്ക് സാക്ഷിയാണ്. പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഈ റസൂലുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് ശുഹദാക്കളോട് പറയാണ്. അവിടുന്ന് പറഞ്ഞു, ഞാൻ ഈ സന്ദർഭത്തിൽ ഹൗലുൽ കൗസർ കാണുന്നുണ്ട്. ആകാശത്ത് എത്ര നക്ഷത്രങ്ങളാണ് മിന്നിത്തിളങ്ങുന്നത്, ആ നക്ഷത്രങ്ങൾ എത്രയുണ്ടോ അത്രയും കോപ്പകൾ നിറഞ്ഞ ഹൗലുൽ കൗസർ ഇതാ ഞാൻ ഈ സന്ദർഭത്തിൽ കാണുന്നുണ്ട് എന്ന നിലക്ക് ഉഹദ് ശുഹദാക്കളോട് റസൂലുള്ള പറഞ്ഞു. അന്ന് രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഖീഉൽ അർഖദിലേക്ക് പോവുകയാണ്. എന്താ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ജന്നത്തുൽ ബഖീഅ് ഒരു പൊതു ശ്മശാനമാണ്, എല്ലാവരെയും ഖബറടക്കുന്ന ഒരു ഖബർസ്ഥാൻ. പലപ്പോഴും നമ്മളൊക്കെ ഇന്ന് സ്വീകരിച്ചത് പള്ളിക്കാട്ടിൽ പള്ളിയോട് ചേർന്ന് ഒരു ഖബർസ്ഥാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. എന്നാൽ ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ പള്ളികളോട് ചേർന്നിട്ടല്ല ഖബർസ്ഥാനുള്ളത്. ജന്നത്തുൽ ബഖീഅ്, ബഖീഉൽ അർഖദ്, അർഖദ് ചെടികൾ മുളച്ചു പൊന്തുന്ന ആ ബഖീഇലാണ് സ്വഹാബികളുടെ ഖബർസ്ഥാൻ. അത്തരത്തിൽ പലപ്പോഴും പള്ളികളുടെ അടുത്ത് മക്ബറകൾ അല്ലെങ്കിൽ ഖബർസ്ഥാനുകൾ ഒരുക്കുമ്പോൾ ആ പള്ളികൾ കാട് പിടിച്ചു കിടക്കുമ്പോൾ മരിച്ചു കിടക്കുന്നത് തൻ്റെ ഉപ്പയാണെങ്കിൽ, തൻ്റെ ഉമ്മയാണെങ്കിൽ, തൻ്റെ കൂടപ്പിറപ്പുകളാണെങ്കിൽ ആ പള്ളിക്കാട്ടിലേക്കൊന്നുപോയി ആ ഖബർസ്ഥാനിൻ്റെ അടുക്കലേക്ക് ചെന്ന് ആ മരിച്ചു കിടക്കുന്ന തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, തൻ്റെ രക്തബന്ധത്തിലുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയോ? എന്തുകൊണ്ട്? പള്ളിക്കമ്മറ്റിക്കാർ കാട് വൃത്തിയാക്കുന്നത് എപ്പോഴാണ്? ആ സമയത്ത് പള്ളി പോകുന്നവരായി മാറുകയാണ്, ഖബർസ്ഥാനിലേക്ക് പോകുന്നവരായി മാറുകയാണ്. മറിച്ച് ഓരോ ചുവട്ടടിയും പലപ്പോഴും വെള്ളിയാഴ്ച ദിവസത്തെ ഒരു പ്രത്യേകതയായി കണ്ടുകൊണ്ട് തന്നെ ഖബർസ്ഥാനിലേക്ക് പോകുന്ന ആളുകളുണ്ട്. ഞാൻ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി കുറേ സഹോദരങ്ങളെ ഈ പള്ളിയിലേക്ക് ക്ഷണിച്ചു. നിങ്ങൾ സാധാരണ പോയി കേൾക്കുന്ന ഖുതുബയ്ക്ക് പകരം റസൂലിൻ്റെ സുന്നത്തനുസരിച്ച് നടപ്പാക്കുന്ന ഈ പള്ളിയിലേക്ക് വന്ന് ഈ ഖുതുബയ്ക്ക് നിങ്ങളൊന്ന് കാതോർക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ പങ്കുവച്ചത്, എല്ലാ വെള്ളിയാഴ്ചയും എൻ്റെ പിതാവിൻ്റെ ഖബർസ്ഥാനിലേക്ക് ഞാൻ പോകാറുണ്ട്, അതൊരു നേർച്ചയായി കണ്ടതാണ്, അതിനൊരു പ്രത്യേകതയില്ല എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഒരു വെള്ളിയാഴ്ച ദിവസം തിരഞ്ഞെടുത്ത് അങ്ങനെ ഖബർസ്ഥാനിലേക്ക് പോയതുകൊണ്ട് ഒരു പുണ്യവും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഏതു സമയവും ഏതു വക്തിലും ഒരു ഖബർസ്ഥാനിലേക്ക് പോയി മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടേക്ക് ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും മരണത്തെക്കുറിച്ചുള്ള ബോധ്യവും സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. എന്തിനാണ് ഒരു ഖബർസ്ഥാനിലേക്ക് പോകുന്നത്? ഖബറിൽ കിടക്കുന്നവൻ എനിക്ക് മുമ്പ് യാത്ര തിരിച്ച് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്ത് ഈ ഖബർസ്ഥാനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കും താമസിയാതെ ഈ ഒരു ഖബർസ്ഥാനിലേക്ക്, ഈ വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടവനാണ് എന്ന ബോധ്യമുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജന്നത്തുൽ ബഖീഇലേക്ക് ചെന്നു, അവരോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാർ മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. റസൂലുള്ളാഹി അവർക്ക് സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വ അൻതും ലനാ ഫറഖുൻ, നിങ്ങൾ ഞങ്ങൾക്ക് മുമ്പേ യാത്ര തിരിച്ചവരാണ്. വ നഹ്നു ലനാ തബഉൻ, ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരേണ്ടവരാണ് എന്ന നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മരണത്തിന് മുമ്പുള്ള ചില മുന്നൊരുക്കങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തി. സഫർ 28 ഒരു ജനാസയെ
അനുഗമിച്ച് ആ മയ്യത്ത് നമസ്കരിച്ച് മയ്യത്ത് ഖബറടക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വരികയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് റസൂലുള്ള നടന്നു വന്ന് ആ വീട്ടിലേക്ക് കയറുമ്പോൾ മഹദി റസൂലിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, വല്ലാത്ത തലവേദന എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. റസൂലുള്ള കേട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, ആയിഷ, എനിക്കതിനേക്കാളേറെ തലവേദന ഞാൻ ഈ സന്ദർഭത്തിൽ അനുഭവിക്കുന്നുണ്ട്. എത്രത്തോളം അന്ന് കഴിച്ച ജൂതപ്പെണ്ണൊരുക്കിയ വിഷം പുരട്ടിയ മാംസം, ആ കഴിച്ച മാംസം എൻ്റെ ശരീരത്തിലേക്ക് ഇറങ്ങിയതു കാരണത്താൽ എൻ്റെ ശരീരത്തിലെ ഞരമ്പുകൾ പൊട്ടിപ്പോകുന്ന വേദന ആയിഷ എനിക്കുണ്ട്. എക്കാലഘട്ടത്തിലും ജൂതന്മാർ റസൂലിനെ വകവരുത്താൻ നോക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്താൻ ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി കൊന്നുകളയാൻ ശ്രമിക്കുന്ന ജൂതപ്പെണ്ണ് ഏറ്റവും നല്ല സൽക്കാരമൊരുക്കി. അവിടുന്ന് സൽക്കാരമൊരുക്കിയപ്പോൾ റസൂലുള്ള ആ ക്ഷണം സ്വീകരിച്ച് ജൂതപ്പെണ്ണിൻ്റെ അടുക്കലേക്ക് പോകുന്നുണ്ട്. കൂടെ ചില സ്വഹാബികൾ, പാവപ്പെട്ട ഭക്ഷണം കിട്ടാത്ത ചില സ്വഹാബിമാരെ കൂടെ കൂട്ടി അവിടേക്ക് ചെന്നു. കൂടെ ബിശ്ർ എന്ന സ്വഹാബിയുണ്ട്. ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു. വിഷം പുരട്ടിയതാണ് എന്നത് അറിയാതെ ബിശ്ർ എന്ന സ്വഹാബി വേഗത്തിൽ ഒരു കഷ്ണം ഭക്ഷണം അകത്താക്കി. സ്പോട്ടിൽ ബിശ്ർ എന്ന സ്വഹാബി മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭക്ഷണം കഴിച്ച് തൊണ്ട വരെ എത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് വഹി ലഭിച്ചു. റസൂലുള്ള പറഞ്ഞു, സ്റ്റോപ്പ്, ഇനി ആരും കഴിക്കരുത്, ഇനി ആരും കഴിക്കരുത്. അള്ളാഹുവിൻ്റെ വഹി ലഭിച്ചു. നോക്കണം സഹോദരങ്ങളെ, ആരാണ് ആ സദസ്സിലുള്ളത്? അഷ്റഫുൽ ഖൽഖാണ്, അഷ്റഫുൽ ഖൽഖാണ്. വലിയ പാഠമുണ്ട് ഈ ചരിത്രത്തിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊന്നുകളയാൻ ജൂതപ്പെണ്ണ് ശ്രമിച്ചപ്പോൾ ആ സദസ്സിൽ ഭക്ഷണം കഴിക്കാൻ വന്നത്, വിഷം പുരട്ടിയ ഭക്ഷണം കഴിക്കാൻ അഷ്റഫുൽ ഖൽഖാണ്. കൂടെ പ്രവാചകന്റെ ഉറ്റ ചങ്ങാതിമാരായ സ്വഹാബിമാരാണ്. ബിശ്ർ എന്ന സ്വഹാബിയെ ഒരിക്കലും റസൂലുള്ള കുരുതിക്ക് കൊടുക്കില്ല, കൊന്നുകളയാൻ അനുവദിക്കില്ല. റസൂലുള്ളയുടെ കണ്ണുകൾ നിറഞ്ഞു. ബിശ്ർ എന്ന സ്വഹാബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നോക്കണം, അള്ളാഹുവിൻ്റെ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളയും ഏറ്റവും വലിയായ ബിശ്റും ആ സദസ്സിലുണ്ട്. അവർ അദൃശ്യമറിഞ്ഞിട്ടില്ല, അവർ അദൃശ്യമറിഞ്ഞിട്ടില്ല. എന്നാൽ നാട്ടിൽ ഇന്ന് പാട്ടും മാലകളും മൗലൂദുകളിലും അദൃശ്യമറിയുന്നവരുണ്ട്. പലതും അറിയും, പലതും കേൾക്കുന്നുണ്ട്, പലതിനും ഉത്തരം നൽകുന്നുണ്ട്. ഇത്തരത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്തകൾ ഇസ്ലാം പഠിച്ചവൻ, ഖുർആൻ പഠിച്ചവൻ, ഹദീസ് പഠിച്ചവൻ ഒരിക്കലും പറയില്ല എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, രോഗം ആരംഭിച്ച് പിന്നീട് ഒരു 13 ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് ഓരോ വഖത്തിലും പ്രവാചകൻ രോഗാവസ്ഥയിൽ അവിടുന്ന് കിടക്കും, അവിടുന്ന് എഴുന്നേൽക്കും, ബോധക്ഷയം സംഭവിക്കും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബികൾക്ക് ഇമാമായി നിന്ന് നമസ്കരിക്കുന്നുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ രോഗവിവരം അറിയാൻ കടന്നു വരുന്നുണ്ട്. പ്രവാചകരെ, അവിടുന്ന് രോഗമാണല്ലേ, അവിടുന്ന് പ്രയാസാണല്ലേ, അവിടുന്ന് വേദനിക്കുന്നുണ്ടല്ലേ? ആ സന്ദർഭത്തിലൊക്കെ റസൂലുള്ള പറഞ്ഞു, 2 ആളുകളുടെ പനിയാണ്, വല്ലാത്ത വേദനയുണ്ട്. അങ്ങനെ വേദനിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടുമല്ലേ? അവിടുന്ന് റസൂലുള്ള പറഞ്ഞു, നിങ്ങളിൽ 2 ആളുകൾക്കുള്ള പനിയും വേദനയും ഒരു പ്രവാചകൻ എന്ന നിലക്ക്, പ്രവാചകന്മാർക്കാണ് ഏറ്റവും വലിയ കടുത്ത പരീക്ഷണം അവിടുന്ന് ഉണ്ടാകുന്നത്. പ്രവാചകൻ പറഞ്ഞു, പാപങ്ങൾ കഴുകിക്കളയാനുള്ള ഒരു മാർഗമാണ് വേദന, പ്രയാസങ്ങൾ. പാപങ്ങൾ ഇതാ പൊറുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അവസാനമായി ചില വസിയ്യത്തുകൾ അവിടുന്ന് കൊടുക്കുന്നുണ്ട്. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹി മസാജിദ. അവിടുന്ന് റസൂലുള്ള കൊടുത്തത് ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, ജൂത ക്രിസ്ത്യാനികളെ അല്ലാഹു ഇതാ ശപിച്ചിരിക്കുന്നു. അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബർസ്ഥാനുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി. ലാ തജ്അൽ ഖബരി വസ്ന യുഅബദ്, എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത്, ആഘോഷ സ്ഥലമാക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു. ഓർമ്മ വരുന്ന സന്ദർഭത്തിലൊക്കെ അസ്വലാ അസ്വലാ, നമസ്കാരം നമസ്കാരം എന്ന് അവിടുന്ന് റസൂലുള്ള മരണത്തോട് മല്ലിടുന്ന സന്ദർഭത്തിൽ പോലും നമസ്കാരത്തിൻ്റെ ഗൗരവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പിന്നീട് മരണത്തിനോട് അടുക്കുന്ന സമയം റബീഉൽ അവ്വലിൻ്റെ 11 പിന്നിട്ട്
12ന്റെ പ്രഭാതത്തിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശിക്കുകയാണ്. ആ സമയം റസൂലുള്ള ഏതാണ്ട് ഒരു 7-7:30 മണിയോടുകൂടി റസൂലുള്ള തഹ്ലീൽ ചൊല്ലിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. സുമ്മ നസബ യദഹു ഇല റഫീഖിൽ അലാ, അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തി. ഇല റഫീഖിൽ അലാ, ഉന്നതരായ എൻ്റെ കൂട്ടുകാരോടൊപ്പം എന്നെ ചേർക്കണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി, എൻ്റെ പാപങ്ങൾ അല്ലാഹുവേ പുറത്തു തരണേ എന്ന നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രാർത്ഥിക്കാണ്. അതോടുകൂടി നമ്മളുടെ ഉമ്മയുടെ കഴുത്തിനും മാറിനും ഇടയിൽ തടവെച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുകയാണ്. വിട പറയുന്നതിൻ്റെ തൊട്ടു മുമ്പ് എന്തോ ഒന്ന് മന്ത്രിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ ചെവി കൊടുത്ത് കാതുകൊടുത്ത് ശ്രദ്ധിക്കുമ്പോൾ ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. ഇലർ റഫീഖിൽ അലാ, ഉന്നതരായ എൻ്റെ കൂട്ടുകാരോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ വിട പറയുന്ന സന്ദർഭത്തിൽ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയാണ്, യാ അബതാ മൻ റബ്ബ വമാ അദിന, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇതാ അള്ളാഹു നിങ്ങളുടെ ജീവൻ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ജിബ്രീലിനെ മരണവാർത്ത അറിയിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ ഉപ്പച്ചിയെ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുക്കി വെച്ചിട്ടുള്ള ജന്നാത്തുൽ ഫിർദൗസിലേക്കാണ് അങ്ങക്ക് യാത്രയാകാനുള്ളത് എന്ന നിലക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് സംസാരിക്കാണ്. മദീന ദുഃഖസാന്ദ്രമായ ഒരു നിമിഷം. സഹോദരങ്ങളെ, മുഴുവൻ സ്വഹാബിമാരും കരഞ്ഞുപോയ നിമിഷം. മദീന ദുഃഖത്തിൻ്റെ സങ്കടങ്ങളുടെ കെട്ടുനിറച്ച കണ്ണീരിലാഴ്ന്ന ഒരു സന്ദർഭമാണ്. സ്വഹാബ വനിതകൾ അവരുടെ വിരിപ്പിലേക്ക് കമഴ്ന്നുകിടന്ന് അവർ കരഞ്ഞുപോയ ഒരു ദിനമാണ് റബീഉൽ അവ്വൽ 12. സഹോദരങ്ങളെ, മുൻഗാമികൾ കരഞ്ഞു, അവർ വേദനിച്ചു, അവർ പ്രയാസപ്പെട്ടു, അവരുടെ സങ്കടങ്ങൾ തളം കെട്ടി നിന്നപ്പോഴാണ് ഇന്നിൻ്റെ ആളുകൾ, പിൻഗാമികൾ റബീഉൽ അവ്വലിനെ തമർത്താടുന്നത് ഭക്ഷണം വിളമ്പിക്കൊണ്ട്, പ്രവാചകന്റെ പോരിശകൾ ഇല്ലാത്തതും ഒക്കെയും പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട്, പല നിലക്കും അങ്ങാടികളിൽ മുഴുവൻ ലൈറ്റുകൾ സജ്ജീകരിച്ചുകൊണ്ട് ഭക്ഷണം വിളമ്പി, ആണും പെണ്ണും തമർത്താടി വഴിയോരങ്ങളിൽ ക്യൂ നിന്ന് ഭക്ഷണം വിളമ്പുന്നത് ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുന്ന ആ സന്ദർഭത്തിലാണ്. ആഘോഷിക്കുന്നവർ ഒരു മിനിറ്റ് ആലോചിക്കണം, ഒരു മിനിറ്റ് ആലോചിക്കണം. ഇതാണ് റബീഉൽ അവ്വലിൽ, ആ ദിനരാത്രങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ് ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭത്തിൽ അവിടുന്നുണ്ടായ സംഭവ വികാസങ്ങൾ ഇത്ര വലുതായിരുന്നെങ്കിൽ, ആ സ്വഹാബത്തിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനേറെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനോനില തെറ്റിപ്പോയി. എൻ്റെ പ്രവാചകൻ മരിച്ചു എന്ന് പറയുന്നവൻ്റെ കഴുത്തറുക്കും എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞുപോയ ഒരു ദിനമാണ്, ഒരു രാത്രിയാണ്, ഒരു രാവാണ്. അവിടെയാണ് തിമർത്താടുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്നോണം ഈ പള്ളികൾ മുഴുവൻ ഇന്നത്തെ പ്രസംഗത്തിൽ, ഇന്നത്തെ ഖുതുബയിൽ സംസാരിക്കുന്നത് അറബി അറിയാത്തത് കൊണ്ട് മനുഷ്യന്മാർക്കൊന്നും ഇത് തിരിയാതെ പോയി. എല്ലാവരും ഇന്ന് കേട്ട് പള്ളികളിൽ നിന്ന് തിരിച്ചു പോകുന്നതാണ്. ഈ വാർത്ത കേട്ടിട്ട് കരയാത്ത ഏതു കണ്ണുകളാണോ? ഉന്നത കുലജാതന്മാരായ ആളുകൾ ആരടോ ഈ വാർത്ത കേട്ടിട്ട് തലകുനിക്കാതെ പോകുന്നത്? അത്രത്തോളം കരയാത്ത, സങ്കടം വരാത്ത ലോകത്തിൻ്റെ പ്രവാചകൻ, നമ്മളുടെ ശരീരത്തേക്കാൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ മാതാപിതാക്കളേക്കാൾ, നമ്മളുടെ മക്കളേക്കാൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ലോകത്തിൻ്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് വിട പറഞ്ഞ ദിവസത്തിൽ ആഘോഷിക്കുന്നവരെ ഒരു മിനിറ്റ് ആലോചിക്കണം. ആഘോഷിക്കാൻ പറ്റുന്നതാണോ? അതുകൊണ്ട് നന്നായി നമ്മൾ തിരിച്ചറിയണം, പഠിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പലപ്പോഴും ബിദ്അത്ത് എന്താണ് എന്നത് ആളുകൾക്ക് അറിയാതെ പോകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി, ഇന്നേ ദിവസം നിങ്ങൾക്കിതാ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന ഖുർആനിൻ്റെ ആയത്ത് അവതരിച്ചതോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന സകലതും റസൂലുള്ള പഠിപ്പിച്ചിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെയാണോ ദീനായി പഠിപ്പിച്ചത് അതിനപ്പുറം ഒരാൾ പുതുതായി എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് ബിദ്അത്താണ്, മതത്തിലെ പുത്തനാചാരമാണ്, അത് നിർവഹിക്കാൻ പാടില്ല. അങ്ങനെ ഒരാൾ മതത്തിൽ പുതുതായി വല്ലതും ചെയ്താൽ റസൂലുള്ള നമസ്കാര സമയം അസ്തഗ്ഫിറുല്ലാഹ് എന്നതാണ് പഠിപ്പിച്ചതെങ്കിൽ അവിടെ ഒരു അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? അത് റസൂലിൻ്റെ സുന്നത്താണ്. റസൂലുള്ള പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് 2 റക്അത്ത് സുബഹി നമസ്കാരം നിസ്കാരമല്ലേ, സുബഹി 4 ആക്കാം, പറ്റില്ല സഹോദരങ്ങളെ, പറ്റില്ല. റസൂലുള്ള പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എണ്ണം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി നിർവഹിക്കുന്നവനാരാണോ അവനാണ് ഒറിജിനൽ വിശ്വാസി. അതല്ല റസൂലുള്ള പഠിപ്പിക്കാത്ത അധ്യാപനങ്ങൾ ജീവിതത്തിൽ നിർവഹിക്കുന്നവരാണെങ്കിൽ സഹോദരങ്ങളെ നഷ്ടമാകുന്നത് ഹൗലുൽ കൗസറാണ്. ഹൗലുൽ കൗസറാണ്. നാളെ ദാഹിച്ചു വലഞ്ഞ് അള്ളാഹുവിൻ്റെ അടുക്കലെത്തുമ്പോൾ ഹൗലുൽ കൗസറിൽ നിന്ന് റസൂലിൻ്റെ സുന്നത്തുകൾ അനുധാവനം ചെയ്ത് ജീവിച്ച് റബ്ബിൻ്റെ അടുക്കലേക്ക് യാത്ര ചെയ്തവർക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൈകൊണ്ട് ആ പാനീയം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ജീവിതത്തിൽ ബിദ്അത്ത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ റസൂലുള്ള പറയാണ്, അവിടുന്ന് ഒരു സംഘം ആളുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട്. അവരെ കാണുമ്പോൾ റസൂലുള്ള പറയും, അസ്ഹാബി, എൻ്റെ അസ്ഹാബിങ്ങളാണല്ലോ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണല്ലോ, അവർക്ക് ഞാൻ വെള്ളം കൊടുക്കാൻ ഒരുങ്ങും എന്ന നിലക്ക് റസൂലുള്ള ഒരുങ്ങുമ്പോൾ അവരെ ജിബ്രീൽ അലൈഹിസ്സലാം തടയും. ജിബ്രീൽ അലൈഹിസ്സലാം അവരെ തടഞ്ഞു നിർത്തും. എന്നിട്ട് പറയും, ഇന്നക ലാ തദ്രി മൻ അഹ്ദസ ബഅദക്, പ്രവാചകരെ താങ്കൾ മരിച്ചതിനു ശേഷം ഈ ദീനിലേക്ക് പുതുതായി പലതും ചെയ്തു കൂട്ടി അത്തരത്തിൽ പുത്തനാചാരങ്ങൾ നടത്തിയവരാണ് എന്ന് പറയുമ്പോൾ നോക്കണം സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രവാചകൻ്റെ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ കരൾ പറിച്ചെടുത്ത് ഹിന്ദ് ചവച്ചു തുപ്പിയപ്പോൾ ആ ഹിന്ദിന് റസൂലുള്ള മാപ്പ് കൊടുത്തിട്ടുണ്ട്. മക്കം ഫതഹിൻ്റെ സമയം എത്രയോ പേരെ അറുങ്കൊല ചെയ്ത, പീഡിപ്പിച്ച, പ്രയാസപ്പെടുത്തിയ ഓർമ്മകൾ റസൂലിൻ്റെ മനസ്സിലുണ്ട്. ആ സമയത്തും റസൂലുള്ള അന്തുമുത്തുലഖാ, നിങ്ങൾ ഇന്ന് സർവതന്ത്ര സ്വതന്ത്രരാണ്, എല്ലാവർക്കും ഫ്രീ ആയി, ഇന്ന് ഒരു ഉപദ്രവമില്ല, നിങ്ങൾക്കൊക്കെ പോകാം എന്ന് റസൂലുള്ള പറഞ്ഞ ആ റസൂലുള്ള അന്ന് ഹൗലുൽ കൗസറിൻ്റെ അടുക്കലെത്തുമ്പോൾ ആ ഉമ്മത്തിനെതിരിൽ പറയും, ഫസുഹ്കൻ സുഹ്ക, റസൂലുള്ള ആട്ടി ഓടിക്കും, ഇന്ന് നിങ്ങൾക്കിവിടെ പ്രവേശിക്കാൻ അനുവാദമില്ല. അവിടുന്ന് റസൂലിൻ്റെ കൈകൊണ്ട് ആകാശത്ത് എത്ര നക്ഷത്രമുണ്ടോ ആ നക്ഷത്രം കണക്ക് കോപ്പകളാണ്. ആ കോപ്പയിലൂടെ നമുക്ക് ആ പാനീയം കുടിക്കണമെങ്കിൽ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഖുർആൻ എന്താണോ പഠിപ്പിച്ചത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ വിട്ടേച്ചു പോയത് അതിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ ഏറ്റവും വലിയ നഷ്ടം സഹോദരങ്ങളെ നമുക്ക് സംഭവിക്കും. നമ്മുടെ നാട്ടിൽ ഒരുപാട് പള്ളികളുണ്ട്. എന്തിനീ പള്ളി എന്നതിനെ കൂടി നമ്മൾ ആലോചിക്കണം. എന്തിനീ പള്ളി എന്ന് ചോദിച്ചാൽ പലപ്പോഴും പലരും ചോദിക്കും, നാട്ടിലെത്ര പള്ളിയാണ്, ആ പള്ളിയിലൊക്കെ ആളുകൾ കുറവാണല്ലോ, എന്നാൽ എന്തിന് പുതുതായി ഒരു പള്ളി? സഹോദരങ്ങളെ, ഇന്നത്തെ ഖുതുബ അതിനുള്ള മറുപടിയാണ്. നാട്ടിലെ പള്ളികൾ മുഴുവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെ അങ്ങേറ്റം വലിയ ആഘോഷമായി കാണുമ്പോൾ റസൂലിൻ്റെ മരണത്തെക്കുറിച്ച്, റസൂലിൻ്റെ ജീവിതത്തിലെ പാഠങ്ങളെക്കുറിച്ച്, അവിടുത്തെ സ്വഹാബിമാർ റസൂലിനെ ഇഷ്ടപ്പെട്ടതിനെക്കുറിച്ച് പറയാൻ ഈ മിമ്പറുകൾ മാത്രമേ ഉള്ളൂ സഹോദരങ്ങളെ. വലിയ പാഠവും വലിയ അറിവും ഖുർആനും ഹദീസും പഠിക്കാനും മനസ്സിലാക്കാനും എന്തിനേറെ പരലോകത്ത് വിജയിക്കുവാനുമാണ് ഈ പള്ളി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പള്ളിയെ നിലനിർത്തേണ്ടതും
എൻ്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് സഹോദരങ്ങളെ, തിരിച്ചറിയണം. ഇതുപോലെ ഒരിടത്തു നിന്നും ഖുർആൻ കേൾക്കാൻ, ഹദീസ് കേൾക്കാൻ സഹോദരങ്ങളെ സാധിക്കില്ല. ഇന്നത്തെ പള്ളികളിൽ പോയി പലരും ഖുതുബ കേട്ട് തിരിച്ചു പോകുമ്പോൾ എന്താ സഹോദര നിങ്ങൾ കേട്ടത് എന്ന് ചോദിച്ചാൽ നല്ല ഈണത്തിലെ സംസാരമായിരുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അവിടെയാണ് നെഞ്ചത്തു കൈവച്ച് എൻ്റെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോഴുണ്ടായ സംഭവ വികാസങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന വലിയ പാഠമാണ്, വലിയ ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഇട്ടുതരുന്നത്. അള്ളാഹു കേൾക്കാനും പഠിക്കുവാനുമുള്ള തൗഫീക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തിന്മകളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ അള്ളാഹു നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹുവേ നീ ആജിലായ ശിഫ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ അള്ളാഹുവേ നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലനാ ദുനൂബന വഖിന അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.